ചൊവ്വാഴ്ച രാവിലെ സമയം 11 മണി. പഴയകുന്നുമേൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വിവിധ ദേശങ്ങളിലേക്ക് പോകുന്നതിനായി നിരവധി യാത്രക്കാരവിടെ ബസ് കാത്തു നിൽപ്പുണ്ട്. കാത്തിരിപ്പുകാരുടെ ഇടയിൽ കസേരയിൽ കൂട്ടുകാരികൾക്കൊപ്പം സംസാരിച്ചിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നു. കൂട്ടുകാരികൾ നിലവിളിച്ചതോടുകൂടി സമീപത്തുണ്ടായിരുന്നവർ ശ്വാസം കിട്ടാതെ പിടയുന്ന പെൺകുട്ടിയുടെ അരികിലേക്ക് ഓടിയെത്തി. എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ എല്ലാവരും കാര്യമന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. ഒരു പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നത് നോക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു. ഈ സമയം ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒരു പെൺകുട്ടി എത്തി ശ്വാസം മുട്ടി പിടയുന്ന പെൺകുട്ടിക്ക് അടിയന്തര ശുശ്രൂഷ നൽകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പെൺകുട്ടി സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നു. നാഷണൽ ഫയർ സർവീസ് ഡേ ആണ് ഏപ്രിൽ 14. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പൊതുജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുക. പൊതുജനങ്ങൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മോക്ക് ഡ്രിൽ അവതരിപ്പിച്ചത്. വളരെ കാൽക്കുലേറ്റ് ആയിട്ട് നമ്മുടെ കുട്ടികൾ ഈ ഇൻഡിവിജ്വൽ അംഗങ്ങൾ അവരെ ട്രെയിൻ ചെയ്ത് അതിവിടെ ഉള്ളവർക്കൊരു പരിഭ്രാന്തി തന്നെ ഉണ്ടാകട്ടെ. അഥവാ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആളിനെ രക്ഷപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ പരിപാടി ഇവിടെ ചെയ്തത്. ആകാംക്ഷയുടെ മുൾമുനയിൽ അമ്പരന്ന് നിന്നവരോട് പ്രാഥമിക ചികിത്സ നൽകിയ പെൺകുട്ടി പറഞ്ഞു, ആരും ഭയപ്പെടേണ്ട. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ കീഴിലുള്ള സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പൊതുജന ബോധവൽക്കരണത്തിനായി അവതരിപ്പിച്ച മുൻകരുതലിന്റെ മോക്ക് ഡ്രില്ലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഇത് കേട്ടപ്പോൾ ഓടിക്കൂടിയവർക്ക് ആശ്വാസമായി. ഭക്ഷണമോ മറ്റു വസ്തുക്കളോ ശ്വാസനാളത്തിൽ കുടുങ്ങി ശ്വാസം മുട്ടലുണ്ടാകുന്ന അവസ്ഥയാണ് ചോക്കിംഗ്. പെട്ടെന്നുള്ള പ്രഥമ ശുശ്രൂഷ ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഇത് സംബന്ധിച്ചുള്ള ഡെമോൺസ്ട്രേഷനും അഗ്നിസുരക്ഷാ ബോധവൽക്കരണവുമാണ് അഗ്നിസേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് ബസ് സ്റ്റാൻഡിൽ അവതരിപ്പിച്ചത്. ഇപ്പോൾ ഒരാളിനെ നമ്മൾ ഡെമോൺസ്ട്രേഷൻ പോലെ ചെറുതായിട്ട് കാണിച്ചു തരും. അത് സ്പീഡ് നിങ്ങൾ ചെയ്യേണ്ടത് സ്പീഡിലാണ്, കൃത്യതയോടുകൂടിയാണ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് ആ ആളിന് ഷോക്കിംഗ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ അയാളുടെ ലക്ഷണത്തിലൂടെയാണ് തിരിച്ചറിയുന്നത്. അയാൾ തൊണ്ടിനെ പിടിച്ച് കണ്ണൊക്കെ തള്ളി ഇങ്ങനെ ഒരു തൊണ്ടയിലൊക്കെ പിടിച്ചമർത്തി ഈ ആളിന് ഒരു കാരണവശാലും കൈ ഇങ്ങനെ പിടിക്കരുത്. ആ ആളിൻ്റെ ഇതിൻ്റെ അകത്തൂടെ കയറ്റി വേണം പിടിക്കുക, എന്നാലേ അയാളെ കൈ ഉണർത്തുന്നതിനുള്ളൂ. ഞാനിത് കാണിക്കുന്നത് വളരെ സ്ലോയിലാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഈ ആളിനെ നമ്മളെ വയറിലേക്ക് ഇങ്ങനെ അമർത്തി പിടിക്കുക, പൂർണ്ണമായിട്ട് ഇങ്ങനെ കമഴ്ത്തി നിർത്തുക. മലയാളത്തിൽ പ്രായെന്ന അക്ഷരമൊക്കെ എഴുതുമ്പോൾ നന്നായി കമഴ്ത്തി നിർത്തുക. ഈ തോൾ പലകയുടെ ഭാഗത്ത് 1, 2, 3, 4, 5 5 പ്രാവശ്യം ഇങ്ങനെ ഇടിക്കുകയല്ല അടിക്കുകയല്ല. പിന്നെ ചെയ്യുന്നത് സ്ലാപ്പിംഗ്. ഞാൻ പറയുന്നത് സ്ലാപ്പിംഗ് എന്നാണ്. ഇങ്ങനെ അടിച്ച് തെറിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 70% ആൾക്കാരുടെ തൊണ്ടയിരിക്കുന്ന സാധനവും പുറത്തേക്ക് തെറിച്ചു പോകും. ഇൻ കേസ് പുറത്തേക്ക് തെറിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വയറിൻ്റെ ഈ പൊക്കിളിൻ്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കുക, അടുത്ത കൈകൊണ്ട് അമർത്തിപ്പിടിക്കുക, എന്നിട്ട് പ്രസ്സും ചെയ്യണം, അപ്പം ചെയ്യണം. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതത്തില്ല, അതേപോലെ പ്രസ് അപ്പ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് കാരണം തൊണ്ടയിരിക്കുന്ന സാധനം പുറത്തേക്ക് പോകും. ഇത് നമ്മൾ ചെയ്യുന്നതിന് പകരം വാഹനം വിളിച്ച് ആശുപത്രിയിലെത്തുന്ന ടൈം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയമാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയാൽ സിവിയർ ആയിട്ടുള്ള ചോക്കിംഗ് ആണെങ്കിൽ വിതിൻ മിനിറ്റ്സ് ഹി ഓർ ഷീ വിൽ ഡൈ എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ ആളിന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് രക്ഷപ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമം നടത്തുക. ഒരാളെ രക്ഷപ്പെടുത്താൻ അറിയാലോ. CPR കൊടുക്കാൻ നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കുക. ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അയാളുടെ പ്ലെയിൻ സർഫസിൽ കിടത്തുക, നിരപ്പായ സ്ഥലത്ത് കിടത്തുക. കിടത്തിയതിന് ശേഷം വെച്ചതുണ്ടോ അടുത്ത കൈകൊണ്ട് കോർത്ത് പിടിക്കും. അയാളുടെ മുട്ടൊക്കെ നിവർന്നിരിക്കുന്നുണ്ടോ? റെഡി
2, 3, 4, 5, 6, 7, 8, 9, 10, 11, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 2, 3, 4. ദേശീയ അഗ്നിശമന സേനാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വെഞ്ഞാറമൂട് അഗ്നിരക്ഷാ നിലയത്തിലെ സേനാ അംഗങ്ങളും സിവിൽ ഡിഫൻസും ചേർന്ന് മോക്ക് ഡ്രിൽ അവതരിപ്പിച്ചത്. പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, അഗ്നിസുരക്ഷാ നടപടികൾ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. ദിനാചരണത്തിന്റെ ഭാഗമായി അഗ്നിരക്ഷാ നിലയത്തിൽ രാവിലെ പതാക ഉയർത്തിയ ശേഷം വെഞ്ഞാറമൂട് മുതൽ വാമനപുരം വരെ വാഹന റാലിയും സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ റോഷൻ, പോസ്റ്റ് വാർഡൻ ശ്രീജിത്ത്, അഗ്നിശമന സേനാംഗങ്ങൾ, സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. അറിവ് പകർന്നതിനൊപ്പം ആകാംക്ഷയും അമ്പരപ്പും നിറഞ്ഞ സിവിൽ ഡിഫൻസിന്റെയും ഫയർ സേനാംഗങ്ങളുടെയും മോക്ക് ഡ്രിൽ പൊതുജനങ്ങളുടെ ഇടയിൽ വ്യത്യസ്ത അനുഭവം കൊണ്ട് ശ്രദ്ധേയമായി മാറി. വിസ്മയ ന്യൂസ്, കിളിമാനൂർ.